പ്രിയമുള്ളവരെ ചിന്തിക്കണേ, ഹൃദയത്തിനകത്തേക്ക് അല്ലാഹുവിന്റെ പ്രകാശം കടന്നു വരാതിരിക്കുന്നത് നിങ്ങൾ ദുനിയാവിന്, നിങ്ങൾ പണത്തിനോടുള്ള മഹബ്ബത്ത് ഹൃദയത്തിൽ വെക്കുന്നത് കൊണ്ടാണ്. പ്രതാപം ഇങ്ങനെ ദുനിയാവിൽ ഇങ്ങനെ പ്രതാപം വേണം, പ്രൗഢി വേണം ദുനിയാവിൽ. അത് നമ്മൾ ആഗ്രഹിക്കാം, അത് നമുക്ക് അള്ളാഹു തരുന്നതാണ്. നമ്മളങ്ങനെ പ്രൗഢി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കൊതിക്കരുത്. അവിടെ അള്ളാഹുവിന് സ്ഥാനമില്ല, ഹൃദയത്തിലേക്ക് പടച്ചും വരൂല. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അത് രണ്ടും നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് കപടത ഉണ്ടാക്കുമെന്ന് ഗസാലി ഇമാം പറയുകയാണ്. അത് രണ്ടും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കപടത ഉണ്ടാക്കും. അള്ളാഹുവിനോടുള്ള സ്നേഹം കുറച്ചു കളയും, പടച്ചവനോടുള്ള ഇഷ്ടം കുറച്ചു കളയും. അള്ളാഹുവേ നീ ഞങ്ങളെ കാക്കണേ അല്ലാ. ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി യുദ്ധം ചെയ്ത് ഷഹീദായി. ആ പ്രിയപ്പെട്ട ഷഹീദായ പ്രിയപ്പെട്ട സഹോദരൻ നാളെ അള്ളാഹുവിന്റെ ലോകത്തേക്ക് കടന്നു വരുമ്പോൾ അവിടെ അള്ളാഹുവിന്റെ പരലോകത്ത് വിളിച്ചു പറയുന്നത് എന്തെന്നറിയോ? യാ ഖതീലൽ ഹിമാർ, കഴുതയ്ക്ക് വേണ്ടി മരിച്ചവനെ, കഴുതയ്ക്ക് വേണ്ടി ശരീരം സമർപ്പിച്ചവരെ എന്ന് വിളിച്ചു പറയുമത്രേ, എന്ന് വിളിച്ചു പറയുമത്രേ. അള്ളാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, നിന്റെ ദീനിന് വേണ്ടി പോരാടിയവനല്ലേ, നിന്റെ ദീനിന് വേണ്ടി യുദ്ധം ചെയ്തവരല്ലേ, എങ്ങനെയാണ് കഴുതയ്ക്ക് വേണ്ടി മരിച്ചവനെ എന്ന് പരലോകത്ത് വിളിച്ചു പറയുന്നത്? അത്ര മോശമാണോ ജിഹാദ്? ആ സമയത്ത് പുന്നാര ഹബീബ് പറയുകയാണ്, അവന്റെ നിയ്യത്തിലേക്കാണ് അള്ളാഹു ചേർത്ത് വിളിച്ചിരിക്കുന്നത്. അവൻ ജിഹാദ് നടത്തിയത് എന്തിനെന്നറിയുമോ? യുദ്ധം വിജയിക്കുമ്പോ ശത്രുവിന്റെ ഭാഗത്തിരുന്ന് കിട്ടുന്ന ഗനീമത്ത് സ്വത്തിൽ നല്ല മുഴുത്ത കുറെ കഴുതകൾ നിൽക്കുന്നുണ്ട്, അതിനെ എനിക്ക് തന്നെ വാങ്ങണം എന്ന നിയ്യത്തിലാണ് യുദ്ധം ചെയ്തത്. പക്ഷേ ശത്രുക്കൾ എവിടെയോ വെട്ടിയും കുത്തിയും അയാൾ മരണപ്പെട്ടു പോയതാണ്. അയാൾക്ക് ഷഹീദിന്റെ കൂലിയില്ല സഹാബ. കഴുതയ്ക്ക് വേണ്ടി മരിച്ചവനെ എന്ന് പരലോകത്ത് വിളിച്ചു പറയും എന്നാണ്. ആരാണറിയുന്നത്? അയാള് ഗനീമത്ത് സ്വത്ത് മോഹിച്ചിട്ടാണ് യുദ്ധം ചെയ്തതെന്ന് അള്ളാഹു മാത്രമല്ലേ അറിയുന്നുള്ളൂ. ആ പടച്ചവൻ എന്നിട്ട് പോലും ആ മനുഷ്യന് പുറത്തു കൊടുക്കുന്നില്ല. ഹൃദയത്തിലേക്ക് അള്ളാഹുവിനെ മാറ്റിവെച്ചിട്ട് പണത്തിനും ആഡംബരത്തിനും സ്ഥാനം കൊടുത്തപ്പോ അള്ളാഹു ആ മനുഷ്യനെ വെറുത്തു പോയിരിക്കുകയാണ്. നാളെ പരലോകത്തവരുടെ മനസ്സിന്റെ നെയ്യത്ത് പോലെയാണ് അവരെ ഒരുമിച്ച് കൂട്ടുന്നതെന്ന് പുന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ